ഭൂമി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മലിനീകരണ പ്രശ്നങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളത്. ശക്തിയുള്ളത്, ഉപയോഗിക്കാൻ എളുപ്പം, എന്നാൽ കുറഞ്ഞ ഭാരം എന്നീ സംഗതികളാണ് പ്ലാസ്റ്റിക്കിനെ ഇത്രമാത്രം ജനകീയമാക്കിയത്. ഓരോ വർഷവും ഏകദേശം 400 മില്യൺ ടണ്ണാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക്കിന്റെ ഏകദേശ കണക്ക്. ഇതിൽ നല്ല ശതമാനവും മണ്ണിലും ജലസ്രോതസ്സുകളിലും അടിയുന്നതാണ് പതിവ്. നദികൾ, ശുദ്ധജല തടാകങ്ങൾ, കടൽ എന്നിവയിലെല്ലാം ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് അടിഞ്ഞിരിക്കുന്നത്. വിഘടിക്കപ്പെട്ട് മണ്ണിൽ അലിഞ്ഞു തീരാൻ കാലങ്ങളെടുക്കും എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിനെ ഇത്രമാത്രം ഭീകരനാക്കുന്നത്. ഈ കാരണത്താൽ തന്നെ ആധുനിക യുഗത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്, ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ശുഭകരമായ അല്പം പ്രതീക്ഷ നൽകുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ പ്രകൃതിയുടെ തന്നെ ഒരു വഴിയാണ് മനുഷ്യന് മുമ്പിൽ ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്, അതും ഒരു ലാർവയുടെ രൂപത്തിൽ. ഇവയെ നമുക്ക് പ്ലാസ്റ്റിക്കിനെതിരെ പ്രകൃതിയുടെ തന്നെ പോരാളികൾ എന്ന് വിളിച്ചാലും അതിശയോക്തിയല്ല. ഇത്തരം ചില ജീവികളുടെ വിശേഷങ്ങളും കൗതുകങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ണിൽ കുഴിച്ചു മൂടിയാലും കത്തിച്ചു കളഞ്ഞാലും എല്ലാം പ്രകൃതിക്ക് ദോഷമാകുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർ പ്ലാസ്റ്റിക്കിനെ തിന്നാനും അതിനെ ദഹിപ്പിച്ച് കളയാനും ശേഷിയുള്ള ചില ജീവികളെ കണ്ടെത്തിയിരിക്കുകയാണ്, ചില പുഴുക്കളെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ ഒന്നാണ് വാക്സ് വേംസ്, ഗലേറിയ മെലോണല്ല എന്ന് ശാസ്ത്രനാമം. തേനീച്ചകൾ അവയുടെ തേനടകൾ ഉണ്ടാക്കുന്നത് മെഴുക് ഉപയോഗിച്ചാണെന്ന് അറിയാമല്ലോ. ഈ മെഴുക് തിന്ന് ജീവിക്കുന്ന പുഴുക്കളാണ് വാക്സ് വേംസ്. ഈ പുഴുക്കളുടെ ആമാശയത്തിന് പോളിയെത്തിലീൻ എന്ന വസ്തുവിനെ വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഈ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു. പോളിയെത്തിലീൻ എന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു വകഭേദമാണ്. വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ദ്രവിപ്പിക്കപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ള കട്ടിയേറിയ ഒരു പ്ലാസ്റ്റിക്. രണ്ടാമത്തെ പുഴുക്കളാണ് സൂപ്പർ വേംസ് എന്നറിയപ്പെടുന്നത്, സോഫോബാസ് മോറിയോ എന്ന ശാസ്ത്രനാമം. പോളിസ്റ്റൈറീൻ എന്ന പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാൻ ശേഷിയുള്ള, വിഘടിപ്പിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയയെ ആമാശയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പുഴുവാണ് സൂപ്പർ വേംസ്. മൂന്നാമത്തെ കൂട്ടരാണ് മീൽ വേം എന്നറിയപ്പെടുന്നത്, ടീനോബ്രിയോ മോളിജാർ എന്നാണ് ശാസ്ത്രനാമം. മൈക്രോ പ്ലാസ്റ്റിക്കിനെ തിന്നുകയും ദഹിപ്പിക്കുകയും വഴി ഭക്ഷണ ശൃംഖലയിൽ പ്ലാസ്റ്റിക് കടന്നുകൂടുന്നത് ഒഴിവാക്കാൻ ശേഷിയുള്ളവരാണ് മീൽ വേമുകൾ. സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. ഒരുപക്ഷെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മലിനീകരണ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. എങ്ങനെയാണ് ഈ പുഴുക്കൾക്ക് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രം? ഇത്തരം പുഴുക്കളുടെ ആമാശയത്തിൽ വസിക്കുന്ന ചില സിംബയോട്ടിക് ബാക്ടീരിയകൾ ഉണ്ട്. ഈ ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന ചില ദഹനരസങ്ങൾ, എൻസൈമുകളാണ് പുഴുക്കളുടെ ആമാശയത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിഘടിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ പുഴുക്കൾ ആഹരിക്കുമ്പോൾ അവ ആമാശയത്തിലേക്ക് ചെറിയ കഷ്ണങ്ങളായാണ് എത്തുന്നത്. ആമാശയത്തിൽ വെച്ച് ഈ പ്ലാസ്റ്റിക്കിനെ എൻസൈമുകളാൽ വിഘടിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആമാശയത്തിൽ വസിക്കുന്ന സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന ചില എൻസൈമുകൾ. ഈ എൻസൈമുകൾ ആമാശയത്തിൽ എത്തുന്ന പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കുന്നു, ഗ്ലൈക്കോളുകൾ, ആൽക്കഹോളുകൾ എന്നീ ഘടകങ്ങളാക്കി മാറ്റുന്നു. അതിനുശേഷം ഈ ഗ്ലൈക്കോളുകളും ആൽക്കഹോളുകളും വീണ്ടും വിഘടിക്കപ്പെട്ട് കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ ബയോമാസോ എല്ലാമായി മാറും. ഇതാണ് ഇത്തരം പുഴുക്കൾ പ്ലാസ്റ്റിക്കിനെ ആഹരിച്ച് അല്ലെങ്കിൽ ഭക്ഷിച്ച് അവയെ ദഹിപ്പിച്ച് കളയുന്നതിന് പിന്നിലെ ശാസ്ത്രം. പ്ലാസ്റ്റിക്കിനെ ഭക്ഷിച്ച് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഈ പുഴുക്കളുടെ കഴിവ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി പ്രകൃതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇങ്ങനെ പ്ലാസ്റ്റിക്കിനെ ഭക്ഷിക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് പുഴുക്കളെ നിർമ്മിച്ച് ഉൽപ്പാദിപ്പിച്ച് പ്രകൃതിയിലേക്ക് ഇറക്കി വിട്ടാൽ മതിയോ? അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇനി ആണെങ്കിൽ തന്നെ അതിന്റെ ഒരു എക്കോളജിക്കൽ ഇമ്പാക്ട്, അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം എന്തായിരിക്കുമെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും അതെ. ഇങ്ങനെ ഒരു വഴി അവലംബിക്കുകയാണെങ്കിൽ അതിന് നിരവധി ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായേക്കാം. പ്രകൃതിദത്തമായി തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴി എന്നുള്ളതാണ് ഒരു മെച്ചം. സൂക്ഷ്മജീവികളുടെയും സമുദ്രജീവികളുടെയും എല്ലാം ആവാസ വ്യവസ്ഥയിൽ കടന്ന് അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള കാരണമായേക്കാവുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിനെ കൂടെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ മെച്ചം. എന്നാൽ ഈ മാർഗത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ട്. ഓരോ പുഴുക്കൾക്കും വളരെ ചെറിയ അളവിൽ മാത്രമേ പ്ലാസ്റ്റിക് ആഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ 400 മില്യൺ പ്ലാസ്റ്റിക്കിനെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ഇത്തരം പുഴുക്കളെ ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരും. ഇത് ഒരു പ്രശ്നമാണ്.
ചില പ്ലാസ്റ്റിക്കുകളിൽ വിഷലിപ്തമായ വസ്തുക്കൾ കണ്ടേക്കാം. വിഘടിപ്പിക്കപ്പെടുമ്പോൾ ഇത് ആ ലാർവയ്ക്കോ അല്ലെങ്കിൽ പ്രകൃതിക്കോ തന്നെ ദോഷമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക് ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളെ കണ്ടെത്തിയത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് എളുപ്പ വഴിയാണ് എന്ന ശാസ്ത്ര കണ്ടെത്തൽ ഇത്ര മെച്ചമായി എന്താണ് പറയാനുള്ളത്? ഇത്തരം പുഴുക്കൾക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണത്തിൽ എന്ത് പ്രയോജനമാണ് മനുഷ്യന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ചെയ്യാനാവുക? ന്യായമായ ചോദ്യമാണ്. എന്നാൽ ഇത്തരം പുഴുക്കൾക്ക് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് എന്തുകൊണ്ട് നമുക്ക് കടം കൊണ്ടുകൂടാ എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരുടെ ചോദ്യം. അവിടെയാണ് ഈ കണ്ടുപിടുത്തം നമുക്ക് മെച്ചമാവുന്നത്. പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കാനുള്ള ഇത്തരം പുഴുക്കളുടെ കഴിവിനെ പറ്റിയുള്ള നിരന്തര പഠനങ്ങളും ഗവേഷണങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ ശാസ്ത്രജ്ഞർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് എൻസൈം എഞ്ചിനീയറിംഗ് എന്ന മേഖല. പ്ലാസ്റ്റിക്കിനെ തിന്ന് വിഘടിപ്പിക്കാൻ ശേഷിയുള്ള ലാർവയുടെ ആമാശയത്തിൽ നിന്ന് ആ വിശേഷപ്പെട്ട എൻസൈമിനെ വേർതിരിക്കുകയും അതിനെ മോഡിഫൈ ചെയ്ത് വാണിജ്യപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് എൻസൈം എഞ്ചിനീയറിംഗ്. മൈക്രോബിയൽ ഫാക്ടറിയാണ് മറ്റൊരു സാധ്യത. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ലബോറട്ടറികളിലും ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയയെ വളർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇത്തരം ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ലാർവയുടെ ആമാശയത്തിൽ ഉണ്ടാക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാനും അതുവഴി അതുപയോഗിച്ച് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. ലാർവയെ റീസൈക്ലിംഗ് സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ടും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം സെന്ററുകളിൽ പ്ലാസ്റ്റിക് പ്രകൃതിയിലേക്ക് പുറന്തള്ളുന്നതിന് മുമ്പ് ലാർവയെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അവയുടെ മാലിന്യ തോത് കുറയ്ക്കാനുള്ള വഴികളെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെട്ട വഴികളെല്ലാം അതിന്റെ പ്രാരംഭഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ പരീക്ഷണ ഘട്ടത്തിലോ മാത്രമാണ്. വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ അതൊരു വൻ ചുവടുവയ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം കുറയ്ക്കാൻ ഇത്തരം വഴികളെ മാത്രം ആശ്രയിച്ചാൽ മതിയാകുമോ? തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിനെ ഭക്ഷിച്ച് അതിനെ ദ്രവിപ്പിച്ച് കളയുന്ന ഇത്തരം പുഴുക്കൾ ഒരു അതിശയം തന്നെയാണ്, ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം ഒഴിവാക്കാൻ ഇതൊരു മാന്ത്രിക സൊല്യൂഷൻ അല്ല. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒഴിവാക്കാനുള്ള പോരാട്ടം ആരംഭിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, റീസൈക്കിൾ പ്ലാസ്റ്റിക്കിനെ പ്രോത്സാഹിപ്പിക്കുക, സയന്റിഫിക് റിസർച്ചുകളെ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയുള്ള ചെറിയ ചെറിയ ചില ചുവടുവയ്പ്പുകളാണ്. ഇങ്ങനെ നമ്മൾ കൈക്കൊള്ളുന്ന ഓരോ ചുവടുവയ്പ്പും പിന്നീട് മുതൽക്കൂട്ടാവും. ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ വഴികളിൽ കാണുന്ന വേസ്റ്റ് ബിന്നുകളിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് തന്നെ ജീവിക്കുന്ന ബാക്ടീരിയകൾ നിറച്ച വേസ്റ്റ് ബിന്നുകൾ അല്ല ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ കൈക്കൊള്ളുന്ന ഓരോ ചെറിയ ചുവടുകളും പ്ലാസ്റ്റിക്കിനെതിരെ ഭാവിയിൽ മുതൽക്കൂട്ടായേക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രകൃതിയിൽ അതിൻ്റെതായ ചില സൊല്യൂഷനുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന് അത് കണ്ടെത്താനും കാര്യക്ഷമമായി ഉപയോഗിക്കാനുമുള്ള ഉത്തരവാദിത്വ ബോധം മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ കണ്ടുപിടുത്തം ഭാവിയിൽ പ്ലാസ്റ്റിക് കൊണ്ട് മലിനമാവാത്ത നല്ല ഒരു പ്രകൃതിയെ നമുക്ക് തരില്ല എന്ന് ആര് കണ്ടു? മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.